നമസ്കാരം അമേരിക്ക. വാർത്തകൾ അതിവേഗം നൽകുക, റേറ്റിംഗ് ചാർട്ടുകളിൽ മുന്നിലെത്തുക, ബ്രേക്കിംഗ് ന്യൂസുകളുടെ വസന്തം സൃഷ്ടിക്കുക എന്നതിൽ ഒതുങ്ങി നിന്ന വാർത്താ ചാനൽ സംസ്കാരത്തിന് ബദലൊരുക്കിയെത്തിയ 24 അതിന്റെ കർമ്മപഥം വേറിട്ട വഴികളിലേക്ക് വ്യാപിപ്പിക്കുകയാണ്. സാമൂഹിക ഉന്നമനം പുതുതലമുറയിലൂടെ സാധ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ വിഭാവനം ചെയ്ത പദ്ധതിയാണ് സീ ടു സ്കൈ. വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് പ്രഗത്ഭർ നയിക്കുന്ന വെബിനാറുകൾ, സ്റ്റുഡന്റ് എക്സ്ചേഞ്ച് പ്രോഗ്രാമുകൾ, പരിസ്ഥിതി സംരക്ഷണം തുടങ്ങി ഒട്ടേറെ പദ്ധതികളാണ് സീ ടു സ്കൈ മുന്നോട്ട് വയ്ക്കുന്നത്. വികസനത്തിന്റെ പേരിൽ പരിസ്ഥിതിയുടെ പരിശുദ്ധി തകർക്കുന്ന പുതിയ കാലത്തെ തലതിരിഞ്ഞ പരിഷ്കാരങ്ങളിൽ പരിസ്ഥിതി പകച്ചു നിൽക്കുമ്പോൾ കരുത്തുറ്റ തീരുമാനവുമായെത്തുകയാണ് 24. പരിസ്ഥിതി സംരക്ഷണമെന്ന ഒരു വലിയ ആശയത്തിൽ ഊന്നി നിന്നുകൊണ്ടുള്ള മാധ്യമ സംസ്കാരത്തിന് കൂടി തുടക്കമിടുകയാണ് 24. മനുഷ്യൻ തുടർച്ചയായി മുറിവേൽപ്പിച്ചുകൊണ്ടിരിക്കുന്ന പ്രകൃതിയെ അതിന്റെ മരണാവസ്ഥയിൽ നിന്ന് മുക്തമാക്കാനുള്ള 24ന്റെ ഈ കർമ്മ പദ്ധതിയിൽ കൈകോർക്കുന്നത് 24 കുട്ടികളാണെന്നതാണ് ഇതിന്റെ പ്രത്യേകത. 24 USA അഭിമാന പദ്ധതിയായ സീ ടു സ്കൈ പ്രോജക്റ്റിന്റെ ഭാഗമായി അന്താരാഷ്ട്ര തീര ശുചീകരണ ദിനത്തിൽ 24 വിദ്യാർത്ഥികൾ ന്യൂയോർക്കിലെ പ്രശസ്തമായ സ്റ്റാറ്റൻ സൗത്ത് ബീച്ച് പരിസരം വൃത്തിയാക്കി. കൃഷിഭൂമിയും നീർത്തടങ്ങളും സൃഷ്ടിക്കുകയും സംരക്ഷിക്കുകയും ചെയ്ത ഒരു കാലത്ത് നിന്ന് വികസനത്തിന്റെ പേരിൽ അതൊക്കെ നശിപ്പിക്കുന്ന കാലത്തേക്ക് വഴിമാറുമ്പോൾ 24 കുട്ടികളെ പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ബ്രാൻഡ് അംബാസിഡർമാരായി ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുകയാണ്. പരിസ്ഥിതി സംരക്ഷണം എന്നത് സ്വന്തം ജീവിത ശൈലിയായി മാറ്റുന്ന ഒരു പിടി കുട്ടികൾ മുതിർന്നവർക്ക് കൂടി മാതൃകയാകുകയാണ്. മാലിന്യ നിർമ്മാർജ്ജനമെന്ന വലിയ ലക്ഷ്യത്തിലേക്ക് ഒരു ചെറിയ കാൽവയ്പ്. തെരഞ്ഞെടുത്ത 24 വിദ്യാർത്ഥികൾക്കൊപ്പം 24 അമേരിക്കയിൽ ഒരു ആശയ പ്രചാരണത്തിന് തുടക്കമിട്ട് കഴിഞ്ഞു. സ്റ്റാച്യു ഓഫ് ലിബർട്ടി കയ്യിലേന്തുന്ന വിളക്ക് സാക്ഷി നിർത്തി ഈ കുട്ടികളുടെ പങ്കാളിത്തത്തിൽ ഒരുങ്ങുന്ന 24 കിഡ്സ് വിത്ത് 24 USA വിശേഷങ്ങളാണ് ഇന്നത്തെ അമേരിക്കൻ ഡയലോഗിൽ. അമേരിക്കൻ ഡയലോഗ് പവേർഡ് ബൈ ഹെഡ്സ് ന്യൂയോർക്കിന്റെ പ്രത്യേക എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ലെറ്റ്സ് സ്റ്റാർട്ട് 24 കിഡ്സ് വിത്ത് 24 USA. ബീച്ച് ക്ലീനിംഗ് ഉദ്ഘാടനം ചെയ്തത് ന്യൂയോർക്ക് പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ മലയാളികൾക്ക് അഭിമാനമായ ഉദ്യോഗസ്ഥൻ ലഫ്റ്റനന്റ് ഷൈജു ജോസ് ആണ്. പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള തന്റെ ആശയങ്ങളാണ് അദ്ദേഹം കുട്ടികളുമായി പങ്കുവച്ചത്. കുട്ടിപ്പട്ടാളം ഇൻ ആക്ഷൻ. പ്ലേ ദ വിഷ്വൽസ്. ആശയങ്ങളിലൂടെ പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചുപറ്റുന്ന മാധ്യമ കുലപതിയാണ് 24ന്റെ ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ. ഏറെ സന്തോഷത്തോടെയാണ് അദ്ദേഹം സീ ടു സ്കൈ എന്ന പ്രോജക്റ്റ് കൊണ്ടുവന്നിരിക്കുന്നത്. പരിസ്ഥിതി സംരക്ഷണമെന്ന ആശയം ജനങ്ങളിലേക്ക് എത്തിക്കാൻ 24 കുഞ്ഞുങ്ങളെ എൻവയോൺമെന്റൽ അംബാസിഡേഴ്സായി തെരഞ്ഞെടുക്കാൻ കാരണം എന്താണെന്ന ചോദ്യത്തിന് ചീഫ് എഡിറ്റർ മറുപടി പറഞ്ഞത് ഇങ്ങനെ. അമേരിക്കയിൽ നടക്കുന്ന വലിയൊരു കർമ്മമാണ്, നിങ്ങൾക്ക് ഒക്കെ അറിയാം. സ്റ്റാറ്റൻ ഐലൻഡിലെ സൗത്ത് ബീച്ചിലാണ് ഈ ബീച്ച് വൃത്തിയാക്കുക എന്നൊരു കർമ്മ പദ്ധതി 24ലെ കുട്ടികൾ ഏറ്റെടുത്തിരിക്കുന്നത്. ഇപ്പോൾ ചോദിച്ച ചോദ്യം എനിക്ക് മനസ്സിലായി, എന്തുകൊണ്ട് ഈ 24 കുട്ടികൾ? നമുക്കറിയാം, ലോകമെമ്പാടും നടക്കുന്ന
ഒരു പ്രക്രിയയാണ് ഈ എൻവയോൺമെൻറ്റിനെ ശുദ്ധമാക്കുക എന്നുള്ളത്. നമുക്ക് പരിസ്ഥിതി ആഘാതം വളരെ കൂടുതൽ ലോകത്ത് ഉണ്ടായി. ഈ ഓസോൺ പാളികളുടെ കാര്യമൊക്കെ തന്നെ പ്രേക്ഷകർക്കറിയാം. അതുകൊണ്ട് തന്നെ പുതിയ തലമുറയിലാണ് നമ്മുടെ വിശ്വാസം. കുട്ടികളിൽ നിന്നാണ് നമ്മൾ തുടങ്ങേണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ 24 കുട്ടികളെ തന്നെ തിരഞ്ഞെടുത്തു. പിന്നെ 24 നമുക്ക് എപ്പോഴും ഒരു സോഫ്റ്റ് കോർണർ ഉണ്ടല്ലോ. നമ്മുടെ ചാനലും 24 അല്ലേ. എപ്പോഴും കേരളത്തിലെ ദൃശ്യ മാധ്യമരംഗത്ത് പുതുമകൾ കൊണ്ടുവരുന്ന അങ്ങ് പരിസ്ഥിതി പ്രശ്നങ്ങളിലേക്ക് ജനശ്രദ്ധ ആകർഷിക്കാൻ കുട്ടികളെ കൊണ്ടൊരു പ്രോജക്റ്റ് എന്ന ആശയത്തിലേക്ക് എത്തിയതെന്ന് എങ്ങനെയെന്ന ചോദ്യത്തിനും ഉരുളക്കുപ്പേരി പോലെ വന്നു ആ SKN ടച്ചുള്ള മറുപടി. എപ്പോഴും ഞാൻ ആലോചിക്കാറുണ്ട്, പണ്ടൊക്കെ ആൾക്കാർ പറയും മുതിർന്നവരിൽ നിന്ന് പഠിക്കണമെന്ന്. എന്നാൽ ഞാൻ നേരെ തിരിച്ചാണ്, കുട്ടികളിൽ നിന്ന് പഠിക്കണം. പക്ഷേ മുതിർന്നവർക്ക് കുട്ടിത്തം കൂടിയിരിക്കുന്ന കാലമാണ് ഇതെന്നെ പോലെയുള്ള ആളുകൾക്ക്. അപ്പോൾ കുട്ടികൾക്ക് ഇന്ന് ഗൂഗിൾ പോലുള്ള സെർച്ച് എഞ്ചിനുള്ള കാലത്ത് ലോകത്തെക്കുറിച്ച് അറിയാനും ഈ ഗ്ലോബൽ എന്തൊക്കെയാണ് നടക്കുന്നത്, ഈ ലോകം മുഴുവൻ ഒരു ചെറിയ വില്ലേജായി ഗ്രാമമായി ചുരുങ്ങി വരുന്ന ഈ കാലത്ത് കുട്ടികൾക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മളെക്കാളും അറിയാം. അതുകൊണ്ട് ഈ പുതിയ തലമുറയിൽ ഇതിൻ്റെ ഒരു അവബോധം ആഴത്തിൽ വേരോടിക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ ഭാവി സുരക്ഷിതമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ കുട്ടികളിലേക്ക് എത്തിച്ചേരാൻ കഴിയും. മാത്രമല്ല നമ്മൾ ഒരുപാട് 24 വന്നതിന് ശേഷം കഴിഞ്ഞ 2.5 വർഷക്കാലമായി കേരളത്തിന് ദൃശ്യമാധ്യമ രംഗത്ത് കുറേ മാറ്റങ്ങൾ നമുക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു. പുതിയ സാങ്കേതിക സാധ്യതകൾ നമ്മൾ പരിചയപ്പെടുത്തി. പാശ്ചാത്യ ടെലിവിഷൻ ചാനലുകളിൽ മാത്രം ആളുകൾ കണ്ടു പരിചയിച്ചിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ആ മാറ്റങ്ങളൊക്കെ ആദ്യം കാണുമ്പോൾ ആൾക്കാരൊന്ന് അറച്ചു നിന്നെങ്കിലും ഇപ്പോൾ ആ അറപ്പൊക്കെ മാറി ആളുകളെല്ലാം ഈ വിപ്ലവാത്മകരമായ മാറ്റത്തിൻ്റെ പിന്നാലെയാണ്. മറ്റുള്ള ചാനലുകൾ പോലും ഒരുപാട് ടെക്നോളജിക്കൽ ഇന്നോവേഷൻസ് കൊണ്ടുവരുന്നു. അത് കാണുമ്പോൾ നമുക്ക് സന്തോഷമുണ്ട്. അപ്പോൾ കാലാവസ്ഥയുടെ കാര്യത്തിലും പ്രത്യേകിച്ച് നമ്മൾ തന്നെ ഈ പ്രകൃതിയെ നശിപ്പിക്കുന്നു. ഈ പ്രകൃതി എന്ന് പറയുന്നത് നമുക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ ജന്തുജാലം ഉൾപ്പെടെ ഈ പ്രകൃതിയിലുള്ള എല്ലാ വസ്തുക്കൾക്കും വേണ്ടിയാണ് നേച്ചർ നിലനിൽക്കുന്നത്. അപ്പോൾ ആ നേച്ചർ സംരക്ഷിക്കുക എന്ന് പറയുന്ന ഉയർന്ന തത്വം കുട്ടികളിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ഒരു ദൗത്യമാണ് 24 ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നത്. അതാണ് സ്റ്റാറ്റൻ ഐലൻഡിൽ നടക്കുന്നത്. ഈ ഒരു പ്രോജക്റ്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട 24ന്റെ ഈ പരിസ്ഥിതി ബ്രാൻഡ് അംബാസിഡേഴ്സിനോട് മാധ്യമ ലോകത്ത് ഏറെ അഡ്വഞ്ചറസ് ആയ കാര്യങ്ങൾക്ക് തുടക്കമിട്ട അദ്ദേഹം പെർഫെക്റ്റ് ഓക്കെ പറഞ്ഞത് ഇങ്ങനെയാണ്. നമ്മൾ കൂടുതൽ പുതിയ കാര്യങ്ങൾ പഠിക്കുക. ലോകത്ത് എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ നിങ്ങളിൽ കൊണ്ട് കഴിയുമോ അത് നിങ്ങൾ ചെയ്യുക. മാത്രമല്ല എനിക്ക് എപ്പോഴും ആഗ്രഹമുള്ളൊരു കാര്യം എന്താണെന്നറിയോ, കുട്ടികളോട് പറയാൻ, ലീവ് ഡേഞ്ചറസ്ലി എന്ന് വെച്ചാൽ അപകടകരമായിട്ട് ജീവിക്കുക. അപ്പോൾ നിങ്ങളുടെ മനസ്സിൻ്റെ ഓട്ടോബയോഗ്രഫിയിൽ ഞാൻ അങ്ങനെ എഴുതാനാണ് ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും ജീവിക്കുന്ന പോലെ നമ്മൾ ജീവിച്ചിട്ട് എന്താ കാര്യം? നമ്മൾ ജീവിക്കുമ്പോൾ അതിനൊരു വ്യത്യസ്ത വേണം, ഒരു വൈവിധ്യം വേണം. ആ വൈവിധ്യമാണ് നമ്മളിപ്പോൾ ഈ ബീച്ച് വൃത്തിയാക്കുന്നതിലൂടെ ലോകത്തെ പഠിപ്പിച്ചു കൊടുക്കുന്നത്. എല്ലാവർക്കും തോന്നാവുന്ന ഒരു കാര്യമാണ്, പക്ഷേ ആരും ഇതുവരെ ഇറങ്ങിയില്ല. നമ്മൾ ഇറങ്ങുന്നു, നമ്മൾ വൃത്തിയാക്കുന്നു. അപ്പോൾ മനുഷ്യ മനസ്സ് വൃത്തിയാക്കണമെന്ന് പറയുന്ന പോലെ പ്രകൃതിയും പരിസ്ഥിതിയും ഒക്കെ തന്നെ നമ്മൾ വൃത്തിയാക്കും. നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക. നിങ്ങൾക്ക് എൻ്റെ എല്ലാവിധമായ വിജയാശംസകളും. ഓക്കെ ഓക്കെ. സീ ടു സ്കൈയുടെ 2ാം പ്രോജക്റ്റിന്റെ ഒരുക്കങ്ങൾക്കിടയിൽ ഞങ്ങൾ ആദ്യം പോയത് റാന്നിയിലേക്കാണ്. അതിനൊരു കാരണവുമുണ്ട്. വിദ്യാഭ്യാസ സാമൂഹ്യ വിഷയങ്ങളിൽ ഏറെ താല്പര്യം കാണിക്കുന്ന ജനപ്രതിനിധിയാണ് റാന്നി MLA അഡ്വക്കേറ്റ് പ്രമോദ് നാരായണൻ. സീ ടു സ്കൈയുടെ ആദ്യ സംരംഭമായ ഡോക്ടർ സാം പിട്രോഡ നയിച്ച വെബിനാറിൽ ഒരു കുട്ടിയുടെ ആകാംക്ഷയോടെ പങ്കെടുത്ത് അദ്ദേഹത്തോട് സംശയ നിവാരണം വരുത്തിയിരുന്നു പ്രമോദ് നാരായണൻ. സീ ടു സ്കൈയുടെ 2ാമത്തെ പ്രോജക്റ്റായ 24 കിഡ്സ് വിത്ത് 24 USA കുറിച്ച് പറഞ്ഞപ്പോൾ ഏറെ ആവേശത്തോടെയായിരുന്നു ഈ നിയമസഭാ സാമാജികന്റെ പ്രതികരണം. ബീച്ച് ക്ലീനിങ്ങിനു വേണ്ടി കുട്ടികൾ തയ്യാറെടുക്കുന്നെന്ന് അറിഞ്ഞപ്പോൾ അഡ്വക്കേറ്റ് പ്രമോദ് നാരായണന് പറയാനുണ്ടായിരുന്നത് ഇതാണ്. നമസ്കാരം. 24 ചാനൽ മറ്റൊരു മാതൃക കൂടി തീർക്കുമ്പോൾ അതിൽ ആശംസകൾ നേരാൻ ഒരുപാട് സന്തോഷമുണ്ട്. നമുക്കറിയാം, നമ്മുടെ ദൃശ്യ മാധ്യമ സംസ്കാരത്തെയും നമ്മുടെ കാഴ്ചപ്പാടുകളെയും മാറ്റിമറിച്ച ഒരു ചാനലാണ് 24. 24 വാർത്തകൾ എത്തിക്കുക, വിനോദ പരിപാടികൾ എത്തിക്കുക എന്നതല്ല, ഒരു പുതിയ സംസ്കാരം കൂടി തീർക്കുന്നു. അതിൻ്റെ ഉദാഹരണമായിരുന്നു സീ ടു സ്കൈ എന്ന പ്രോഗ്രാം. ലോകമാദരിക്കുന്ന സാം പിത്രോഡയെ പോലെയുള്ള ആളുകൾ നമ്മുടെ വൈജ്ഞാനിക മുന്നേറ്റം, അവിടുത്തെ പുതിയ 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 സാധ്യതകൾ ഒക്കെ കുട്ടികളുമായി അധ്യാപകരുമായൊക്കെ പങ്കിട്ട ആ പ്രോഗ്രാം എന്നെ സംബന്ധിച്ചും ഒരു പുതിയ അനുഭവമായിരുന്നു. ഇപ്പോൾ ശ്രീകണ്ഠൻ നായർ സാറിൻ്റെയും പ്രിയപ്പെട്ട ശ്രീ മധു കൊട്ടാരക്കര സാറിൻ്റെയും ഒക്കെ ചിന്തയിൽ നിന്ന് ഒരു പുതിയ ആശയം പിറവിയെടുക്കുകയാണ്.
കുഞ്ഞുങ്ങൾ 24 കുഞ്ഞുങ്ങൾ 24 കിഡ്സ് വിത്ത് 24 ചാനൽ അവർ ഒരു കടൽത്തീരം ഒരു ബീച്ച് ക്ലീനപ്പ് പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നു. ഇവിടെ ഒരു ചോദ്യമുണ്ട്, ഹു ആർ റിയൽ റോൾ മോഡൽസ്? നമ്മൾ കുഞ്ഞുങ്ങളോട് പലപ്പോഴും പറയും, നീ ആരായി തീരണം, നീ ആരെപ്പോലെയായി തീരണം. നമ്മൾ ഹീറോസായി കാണിച്ചു കൊടുക്കുന്നത് മറ്റുള്ളവരെയാണ്. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു ഓരോ കുഞ്ഞിൻ്റെ ഉള്ളിലും ഒരു ഹീറോ ഉണ്ട്. ആൽക്കെമിസ്റ്റ് എന്ന പുസ്തകത്തിൽ പൗലോ കെയ്ലോ പറയുന്നത് പോലെ ഓരോ കുഞ്ഞിൻ്റെ ഉള്ളിലും ഒരു നിധിയുണ്ട്. അതിനെ ഉണർത്തിയാൽ മതി നമുക്ക്. പ്രത്യേകിച്ചും പ്രകൃതിയോട്, കടലിനോട്, തിരകളോട്, മഴയോട്, മഴവില്ലിനോട് ഒക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അഗാധമായൊരു സ്നേഹമുണ്ട്. ഹൈ കിഡ്സ്, ഐ നോ ദാറ്റ് യു ഹാവ് എ നാച്ചുറൽ ലവ്, യു ഹാവ് എ ലേറ്റൻറ്റ് ഇൻട്രസ്റ്റ് ഇൻ പ്രൊട്ടക്റ്റിംഗ് അവർ നേച്ചർ. അത് കുഞ്ഞുങ്ങളുടെ ഒരു ഭാവമാണ്. അതുകൊണ്ടാണല്ലോ അവർ പ്രകൃതിയെ സ്നേഹിക്കുന്നത്, ഓടിക്കളിക്കാൻ ഇഷ്ടപ്പെടുന്നത്, കടൽ കാണാൻ ഇഷ്ടപ്പെടുന്നത്. പക്ഷേ വി ഷുഡ് ഗിവ് എ പ്ലാറ്റ്ഫോം. ആ ഇൻക്ലിനേഷനെ ഒന്ന് ഉണർത്താൻ, അതിനെ ഒരു ശീലമാക്കാൻ, ആ ശീലത്തെ സംസ്കാരമാക്കാൻ. ഡെഫിനറ്റ്ലി കൾച്ചർ ഈസ് പ്രിസിപ്പിറ്റഡ് ഫ്രം ഹാബിറ്റ്സ്. ഒരു ശീലമാക്കാൻ പറ്റുന്ന ഒരവസരമൊരുക്കുക എന്നാണ് പ്രധാനം. 24 ചാനൽ അതാണ് ചെയ്യുന്നത്. 24 കുഞ്ഞുങ്ങളെയും കൂട്ടി കടൽത്തീരത്തേക്ക് പോകുമ്പോൾ ആ കടൽ സംരക്ഷിക്കേണ്ടത്, അത് ക്ലീൻ ചെയ്യേണ്ടത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ് എന്നൊരു പാഠം കുഞ്ഞുങ്ങൾക്ക് നൽകുമ്പോൾ വി ആർ ക്രിയേറ്റിംഗ് എ കൾച്ചർ, വി ആർ ഗിവിംഗ് എ ന്യൂ ഡിറക്ഷൻ ടു അവർ കിഡ്സ്. കുഞ്ഞുങ്ങൾ, ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളാണ് സൂപ്പർ ഹീറോസ്. നിങ്ങളാകണം യഥാർത്ഥ റോൾ മോഡൽസ്. നമ്മുടെ മുമ്പിൽ മലാല യൂസഫ്സായി ഉണ്ട്. 1 book, 1 teacher, 1 pen can change this world എന്ന് പറഞ്ഞ മലാല. ഗ്രേറ്റ തുംബർഗ് ഉണ്ട്, നമ്മുടെ പ്രകൃതിക്ക് വേണ്ടി ഉറക്കെ ശബ്ദമുയർത്തിയ പെൺകുട്ടി. കുട്ടികൾക്ക് പുതിയൊരു ലോകത്തെ നിർമ്മിക്കാൻ കഴിയും, പുതിയ മനുഷ്യരെയും. ഇത് ഒരു ബീച്ച് ക്ലീനപ്പ് പ്രോഗ്രാം അല്ല, ഇത് നമ്മുടെ മനസ്സുകളുടെ മാലിന്യം കൂടി ക്ലീൻ ചെയ്യുന്ന, പുതിയ വെളിച്ചം പകരുന്ന ഒരു പദ്ധതിയാണ്. ഇത് പങ്കെടുക്കുന്ന ഓരോ കുഞ്ഞിനും വി ആർ ഗിവിംഗ് ആൻ എയിം അറ്റ് ദ റൈറ്റ് ഏജ്. ഈ ഒരു പ്രായത്തിൽ എന്താണ് ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്നതിനെക്കുറിച്ചുള്ള ഒരു കൃത്യമായ ഉന്നം പിഴയ്ക്കാത്തൊരു സ്വപ്നമാണ് 24 ചാനൽ നൽകുന്നത്. ഈ സംരംഭത്തിന് എല്ലാ ആശംസകളും. ഒരു MLA എന്നതിനേക്കാളുപരി വിദ്യാഭ്യാസത്തെയും നമ്മുടെ കുഞ്ഞുങ്ങളുടെ പുരോഗതിയെയും ഏറെ സ്നേഹത്തോടെയും പ്രതീക്ഷയോടെയും നോക്കിക്കാണുന്ന ഒരാൾ എന്ന തരത്തിൽ എൻ്റെ എല്ലാ ഭാവുകങ്ങളും ഒരിക്കൽ കൂടി നേരുന്നു. നന്ദി. ഉന്നം പിഴയ്ക്കാത്ത സ്വപ്നങ്ങൾക്ക് ആശംസകൾ നേർന്ന ജനപ്രതിനിധിയിൽ നിന്ന് നമുക്ക് അമേരിക്കയിൽ നിന്നുള്ള വിശിഷ്ടാതിഥിയിലേക്ക് പോകാം. We are extremely happy to have Dr. Devi E. Nambiyaparambil, health expert and renowned television personality, as our chief guest. Let's listen to Dr. Devi's response after seeing such an initiative from kids of our community. I'm so inspired. I mean, I think, our community is leading the path, right? These kids are talking about how even from a young age they want to do all this public service. So that, to begin with, is inspiring. But then on top of that, they want to work on the environment. They're inspiring other people who saw them doing this. And then they're working together, so it's very easy as a Malayali or as any immigrant to get lost and then become completely Americanized and forget the old traditions. But if you can hang out with each other and do something positive at the same time and build the community, I think that's very valuable. 24 USA is molding the kids as environmental ambassadors. They are the messengers to society. Let's see how Dr. Devi is seeing this. I think that's amazing. I mean, the environment, I think one of the problems we have right now in our society is that people are debating about whether there's climate change or not, whether there are environmental problems or not. This is the wrong question. We should be working together to improve our environment. These things that the kids are doing are very simple. We can clean up after ourselves. It doesn't cost any money. It doesn't affect any jobs, doesn't do anything. It's just a matter of taking care of ourselves and our city. So it creates a very good impression, and if kids can lead the path, then the adults should follow. So I think this is incredible. Right now, Dr. Devi is in the midst of an election campaign. She's talking about herself in the process on the path to mainstream politics.
as a member of the Malayali community, I look at it like, you know, it would be good to have someone who can look out for our children, because there are a lot of new problems that come up. And I think what happens is there's sort of a separation between the old generation that came as immigrants and the first generation that grew up here, and sort of trying to figure out who's going to look out for them. What are we going to do? So to have someone who's in a position that can look out for the younger generation and the vulnerable generation, I think is important. Thank you, Dr. Devi. We wish you all the best. 24ന്റെ പ്രസ്റ്റീജിയസ് പ്രോഗ്രാമായ ന്യൂസ് നൈറ്റിൽ സീ ടു സ്കൈ പ്രോജക്റ്റിനെ കുറിച്ച് മധു കൊട്ടാരക്കര അവതാരകയായ സുജയ പാർവതിയോട് സംസാരിക്കുകയുണ്ടായി. ന്യൂസ് നൈറ്റിലെ ആ സംഭാഷണ ശകലങ്ങളിലേക്ക്. മാലിന്യ നിർമ്മാർജ്ജനം എന്ന വലിയ ലക്ഷ്യത്തിലേക്ക് നമ്മൾ നടത്തുന്ന ഒരു ചെറിയ കാൽവയ്പ് 24 തെരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികളുമായി 24 ഇന്ന് തുടക്കമിടുന്ന ഈ ഒരു ദൗത്യത്തെക്കുറിച്ച് പറഞ്ഞു തന്നെ നമുക്ക് തുടങ്ങാം. അതിനാദ്യം അഭിനന്ദനങ്ങൾ. നമ്മൾ എന്താണ് ഈ ഫ്ലാഗ്ഷിപ്പ് പ്രോജക്റ്റിലൂടെ ഉദ്ദേശിക്കുന്നത്? സുജയ, നമ്മൾ മലയാളി കുട്ടികൾക്ക് വേണ്ടിയാണ് ഇത് പ്ലാൻ ചെയ്തതെങ്കിലും ഇവരുടെ തന്നെ സുഹൃത്തുക്കളായിട്ടുള്ള ഇന്ത്യയുടെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഇവിടെ കുടിയേറി പാർത്ത മാതാപിതാക്കളുടെ കുട്ടികളും ഒക്കെ ഇതിൽ പങ്കെടുത്തിട്ടുണ്ട്. സുജയ ചോദിച്ച ഈ തീരം എന്തിനാണ് തിരഞ്ഞെടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ന്യൂജേഴ്സി, ന്യൂയോർക്ക്, ഈ സ്ഥലങ്ങളിലെ ഒരു പ്രത്യേകത നമ്മുടെ കേരളവുമായി വളരെ സാമ്യമുണ്ട്. കാര്യം അതിൻ്റെ ഒരു അതിർത്തി എന്ന് പറയുന്നത് തീരപ്രദേശമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങളുടെ ഈ പദ്ധതിയിൽ കൂടെ നാട്ടിലുള്ള സ്കൂളുകളുമായിട്ട് ചേർന്ന് കേരളത്തിൻ്റെ തീരങ്ങളും കൂടെ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ബാക്കി നിൽപ്പുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിലെ ചില പുതിയ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ചില ജനപ്രതിനിധികളുമായിട്ട് നമ്മൾ സംസാരിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഇത് കേരളത്തിലേക്ക് കൂടെ വ്യാപിപ്പിക്കുക എന്നുള്ളൊരു ഉദ്ദേശം കൂടിയുണ്ട്. അതിന് മാതൃകയായിട്ട് എൻവയോൺമെന്റൽ അംബാസിഡർമാരായിട്ട് 24 കുട്ടികളെയാണ് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. നമ്മുടെ ഈ ഒരു സീ ടു സ്കൈ പ്രോജക്റ്റിന്റെ മുന്നോട്ടുള്ള പോക്ക് എങ്ങനെയാണ്? ഇപ്പോൾ മധു കൊട്ടാരക്കര സൂചിപ്പിച്ചല്ലോ, നമ്മുടെ മലയാളികളായ കുട്ടികളുണ്ട്, അല്ലാത്ത കുട്ടികളുണ്ട് എന്നൊക്കെ. ഈ ഒരു സംഘം ഇനിയുള്ള ഇവരുടെ അടുത്ത ദൗത്യം അതൊക്കെ എങ്ങനെയായിരിക്കും? അതൊക്കെ പൂർണ്ണമായും ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും സുജയ, നമ്മുടെ സീ ടു സ്കൈ പ്രോജക്റ്റ് തീർച്ചയായിട്ടും അമേരിക്കയിലെയും അതുപോലെ തന്നെ നാട്ടിലെയും കുട്ടികളെ ലക്ഷ്യമാക്കിക്കൊണ്ടാണ് നമ്മൾ സാംപിട്രോഡയുടെ ഒരു ക്ലാസ് C2 പദ്ധതിയിൽ കൂടെ കൊണ്ടുവന്നായിരുന്നു. അത് ഒരുപാട് പേർക്ക് പ്രയോജനപ്പെട്ടു. സീ ടു സ്കൈയിൽ തന്നെ സ്റ്റഡി ടൂറുകളാണ് നമ്മൾ ഇനി അടുത്ത ലക്ഷ്യം വെക്കുന്നത്. ഈ എൻവയോൺമെന്റൽ ക്ലീനപ്പ് പദ്ധതികളുമായിട്ട് നമ്മൾ മുമ്പോട്ട് തന്നെ പോകും. കുട്ടികളെല്ലാം വളരെ സന്തോഷത്തോടും വളരെ ആവേശത്തോടും കൂടിയാണ് രാവിലെ ഈ ക്ലീനപ്പ് നടത്തിയത്. ഇവിടെ എത്തിയ അമേരിക്കക്കാർക്ക് പോലും അത് വളരെ കൗതുകകരമായിരുന്നു. നമുക്ക് കുട്ടികളുടെ പ്രതികരണത്തിലേക്ക് തന്നെ പോകാം. You guys want to do it again? Yes! സുജയ, കേട്ടല്ലോ, കുട്ടികളെല്ലാം വളരെ ആവേശത്തിലാണ്. അവർ വീണ്ടും ഈ പ്രോഗ്രാമുമായിട്ട് മുന്നോട്ട് പോകണമെന്നുള്ള താല്പര്യത്തിലാണ്. എന്തായാലും മലയാളികൾക്കൊക്കെ ഈ സ്റ്റാറ്റൻ ഐലൻഡ് എന്ന് പറയുന്നത് സിനിമകളിലൂടെ മാത്രം പരിചിതമായ ഒന്നാണ്. ഇപ്പോൾ ന്യൂയോർക്കിലെ സ്റ്റാറ്റൻ ഐലൻഡിലെ സൗത്ത് ബീച്ച് വൃത്തിയാക്കി കഴിഞ്ഞു. ഇനി സീ ടു സ്കൈയുടെ അടുത്ത പ്രോജക്റ്റ് എങ്ങനെയാണ്? മറ്റു നഗരങ്ങളിലേക്കും ഈ സമാനമായ പദ്ധതി വ്യാപിപ്പിക്കുകയാണോ? എന്തൊക്കെയാണ് 24 USA പദ്ധതിയിടുന്നത്? സുജയ, തീർച്ചയായിട്ടും ഈ പദ്ധതി അമേരിക്കയിലെ മറ്റ് പ്രധാന നഗരങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുക എന്നുള്ള ഒരു പ്ലാനുമായിട്ടാണ് 24 USAയുടെ നേതൃത്വം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടന്നു. ഇപ്പോൾ നമ്മൾ നടന്നത് തന്നെ ഒരു മാതൃകാ പരിപാടിയാണ്. ഇതിൽ നിന്നുള്ള പോരായ്മകളും കുറവുകളും ഒക്കെ പരിഹരിച്ചുകൊണ്ടായിരിക്കും മറ്റ് നഗരങ്ങളിലെ ബീച്ച് ക്ലീനപ്പുമായിട്ട് 24 USA പോകാൻ പോകുന്നത്. സുജയ, അമേരിക്കൻ ഡയലോഗ് പവേർഡ് ബൈ ഹെഡ്സ് ന്യൂയോർക്കിൽ ഇനി ഒരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം നമുക്ക് കുട്ടികളുടെ വിശേഷങ്ങൾ അറിയാം. വെൽക്കം ബാക്ക് ടു അമേരിക്കൻ ഡയലോഗ് പവേർഡ് ബൈ ഹെഡ്സ് ന്യൂയോർക്ക്. ഇനി ഇന്നത്തെ ആ ഹീറോസിനെ കാണണ്ടേ? ആ ചോസൻ 24, ദ എൻവയോൺമെന്റൽ ബ്രാൻഡ് അംബാസിഡേഴ്സ് ഓഫ് 24. ഏറെ ആവേശത്തോടെയാണ് കുട്ടികൾ ഈ ബീച്ച് ക്ലീനിങ്ങിൽ പങ്കെടുത്തത്. ഒരുപാട് പറഞ്ഞ് ഞാൻ ബോറടിപ്പിക്കുന്നില്ല. കുട്ടിപ്പട്ടാളത്തിന്റെ വാക്കുകളിലേക്ക്. So today our group was able to pick up trash from this park here, or this beach here, and we've had a lot of fun, and it was such an important thing for us to pick up trash and keep the environment clean, and it was a good thing for our hearts as well. It made us feel good to clean up our environment. And so, do you want to say something about our environment?
Yeah, and it's important to clean up your beaches for this ecosystem because we're not the only ones living in this ecosystem. There are plenty of animals and plants that get their health in danger because of the trash on the beach. Do you want to say something? Yes. Additionally, we separate the trash and the recycling because it's really important to not only put everything in landfills and throw them out, but it's really important to try and find things you can reuse, recycle, and that additionally will also help the environment. I feel like this experience really made me aware of like all the trash that like you don't think about, but there's definitely a lot there. Like I saw so many tissues and stuff, and you're not really aware of it, but it definitely, this experience like shows me like I need to be more careful about what's going on the floor and stuff. I think it's definitely a theme of sustainability when it comes to taking care of the environment. So make sure that you're recycling and putting things to good use and using them if you can. And make sure that you're just taking care of the environment and being aware of what you're putting out there. And you don't even realize the stuff that is here at the beach. Most of the stuff are just small, like bottle caps and cigarettes. There's probably thousands of cigarette butts and bottle caps here. They're not big things just like water bottles, but it's also the little things that matter. It's truly a case of tragedy of the commons, where each individual thinks that they're using their resources responsibly, and that if they take a little extra from the finite resource that we all have, then it won't affect anything much in the future. But when everyone does it collectively, it certainly does. Today I learned quite a bit. I met some new people, and it was great to do that. I've never really gotten this voluntary experience before, so I thank those who gave me the opportunity. Overall, it was pretty fun, but it was sort of sad to see how much trash there is on the beach. It's really not good, especially for the future generations, not just us. But We were actually approached by someone who wanted to fund us or something for what we were doing, and they were just saying like thank you for like cleaning up the beach and everything. They're really happy. ഹീറോസിന്റെ ഊഴം കഴിഞ്ഞു. ഇനി ഇവരെ ഇതിനായി ഒരുക്കിവിട്ട സീനിയർ ഹീറോസിലേക്ക്. 24 കിഡ്സിന്റെ മാതാപിതാക്കളുടെ പ്രതികരണം എന്താണെന്ന് അറിയണ്ടേ? സീ ടു സ്കൈ പ്രോഗ്രാമിനെ അവരെങ്ങനെയാണ് കാണുന്നതെന്ന് നോക്കാം. 24 ന്യൂസിൻ്റെ സീ ടു സ്കൈ ഇനിഷ്യേറ്റീവിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. ഇറ്റ്സ് എ ഗ്രേറ്റ് ഇനിഷ്യേറ്റീവ് ഫോർ ദ യങ് ജനറേഷൻ ആൻഡ് വി ആർ സോ പ്രൗഡ് ടു ബി പാർട്ട് ഓഫ് ഇറ്റ്. 24 ന്യൂസിൻ്റെ വളരെ നല്ലൊരു ഇനീഷ്യേറ്റീവാണ് ഈ ബീച്ച് ക്ലീനപ്പിൻ്റെ പേരിൽ തുടങ്ങിയിരിക്കുന്നത്. യങ് യൂത്തിനെയും ബാക്കി കുട്ടികളെയെല്ലാം പ്രചോദനം നൽകാൻ വളരെയധികം സഹായിക്കുന്ന ഒരു ഇനീഷ്യേറ്റീവാണിത്. ഞങ്ങളുടെ എല്ലാവരുടെയും പേരൻസിൻ്റെ എല്ലാവരുടെയും ഫുൾ സപ്പോർട്ടുണ്ട് ഇതിന്. താങ്ക് യു സോ മച്ച് 24 ന്യൂസ് ഫോർ കമ്മിങ് അപ്പ് വിത്ത് ദിസ് ഓസം ഇനീഷ്യേറ്റീവ്. പ്രകൃതിയെ കുട്ടികളെ സ്നേഹിക്കണം, പ്രകൃതിയെ സംരക്ഷിക്കണം. സോ അതിന് അവരെ ചെറുപ്പത്തിലെ ഇങ്ങനത്തെ ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ആക്കാൻ ഒരു 24 ഒരു ഓപ്പർച്യൂണിറ്റി കൊടുത്തതിൽ വളരെ സന്തോഷം. ആൻഡ് ഐ എം സോ ഗ്ലാഡ് ടു ബി എ കോർഡിനേറ്റർ ഓൺ ദിസ് പ്രോജക്റ്റ്. സീ ടു സ്കൈ പ്രോജക്റ്റിന്റെ ജീവാത്മാവും പരമാത്മാവുമാണ് ഇതിന്റെ കോർഡിനേറ്റേഴ്സായ ജയൻ ജോസഫ്, ജോജോ കൊട്ടാരക്കര, വിശാഖ് ചെറിയാൻ, നീന സുധീർ എന്നിവർ. കുട്ടികളുടെ ആവേശം കാണുമ്പോൾ എന്ത് തോന്നുന്നെന്ന് ചോദിച്ചപ്പോൾ ജയൻ പറഞ്ഞത് എന്താണെന്ന് അറിയണ്ടേ? ധാരാളം പ്രോജക്ട്സ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ലോട്ട് ഓഫ് ന്യൂ ഇനീഷ്യേറ്റീവ്സ്, ടൂർ പ്രോഗ്രാംസ്, ഇവിടെയുള്ള ഹിസ്റ്റോറിക്കൽ സ്ഥലങ്ങളിൽ സന്ദർശിക്കുക, പിള്ളേരുമായിട്ട് ടൂർ പാക്കേജസ് പ്ലാൻ ചെയ്യുക, കുട്ടികളിലേക്ക് അവയർനെസ് കൊണ്ടുവരിക, പൊളിറ്റിക്കൽ അവയർനെസ് അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ അവയർനെസ്, അങ്ങനെയുള്ള പല പ്രോജക്ട്സ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. കുട്ടികൾക്ക് വേണ്ടി മാത്രമല്ല, there are different projects that we are planning, even for the entire community. ലോകത്തിന്റെ ഏറ്റവും ചെറിയ കോണിൽ ഒരു ചിത്രശലഭം ചിറകടിക്കുമ്പോൾ അന്തരീക്ഷത്തിലുണ്ടാകുന്ന ചെറു പ്രകമ്പനം പരസ്പര ബന്ധിതമായ ഒട്ടേറെ സംഗതികൾക്ക് കാരണമാവുകയും ഒടുവിൽ അത് ലോകത്തിന്റെ മറ്റൊരു കോണിൽ ഒരു ചുഴലിക്കാറ്റിന്റെ ദിശ തിരിച്ചുവിടാൻ പോലും കാരണമാകുമെന്ന് കാലാവസ്ഥാ ഗവേഷകനായിരുന്ന എഡ്വേർഡ് ലോറൻസ് പറഞ്ഞുവെച്ച ബട്ടർഫ്ലൈ ഇഫക്റ്റ് ഇന്നേറെ പ്രസക്തമാണ്. ഓരോ പൂമ്പാറ്റ ചിറകടിയും കാത്തുവെക്കുന്നത് വമ്പൻ കാലാവസ്ഥാ മാറ്റങ്ങളാണെന്ന് നമ്മൾ അറിയണം. അമേരിക്കൻ ഡയലോഗ് പവേർഡ് ബൈ ഹെഡ്ജ് ന്യൂയോർക്കിന്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്തയാഴ്ച മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. ടിൽ ദെൻ സ്റ്റേ സേഫ്.